ഈ തേർഡ് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ച പല തിയറങ്ങളെയും നമ്മൾ വൺ സൈഡഡ് ലിമിറ്റിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പം വൺ സൈഡഡ് ലിമിറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ +2 ലിമിറ്റ് പഠിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ ഉള്ളതാണ്. അപ്പം പല ഫംഗ്ഷന്റെ കേസിലും ഒരു സൈഡിലെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും, മറ്റേ സൈഡിലെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. അപ്പം നമുക്ക് ഒരു പർട്ടിക്കുലർ ഫംഗ്ഷന്റെ കേസിൽ ലെഫ്റ്റ് ലിമിറ്റും കാണും റൈറ്റ് ലിമിറ്റും കാണും, പക്ഷെ അത് രണ്ടും ഈക്വൽ അല്ല എങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനത്തെ ഫംഗ്ഷൻസിന്റെ ഒക്കെ കേസിൽ നമ്മൾ ഒരു സൈഡിൽ മാത്രം ലിമിറ്റ് എക്സിസ്റ്റ് ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് അവിടെ വൺ സൈഡ് ലിമിറ്റ് ഉണ്ട് എന്ന് പറയാൻ പറ്റും. ലിമിറ്റേ ഇല്ലാത്ത കേസ് നമുക്കൊന്നും വൺ സൈഡ് ലിമിറ്റ് പോലും ഇല്ലാത്തപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ചില ഫംഗ്ഷന്റെ കേസിൽ നമ്മൾ ഒരു സൈഡിൽ മാത്രം, നമുക്ക് സാധാരണ ലിമിറ്റ് നമ്മൾ പറയുമ്പോൾ എന്താ പറയുന്നത്, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന് പറഞ്ഞാൽ ആ സിയുടെ നെയ്ബർഹുഡിൽ മൊത്തം എന്നാണ്, അതാണ് ആ ഡിഫറൻസ്. നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഇസ് ഈക്വൽ ടു എൽ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ, ഡെഫിനിഷൻ നമ്മൾ പറയുവാണെങ്കിൽ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a delta greater than 0 such that നമ്മൾ എന്താണ് പറയുന്നത്, whenever 0 less than mod x minus c less than delta, whenever 0 less than mod x minus c less than delta modulus of f of x minus l is less than epsilon. അതിന്റെ മീനിങ് എന്താണ്, whenever 0 less than mod x minus c less than delta എന്ന് പറയുമ്പോൾ 0 less than mod x minus c less than delta എന്ന് പറയുമ്പോൾ x not equal to c. പിന്നെ എന്താണ്, എക്സ് മൈനസ് സിയുടെ മോഡുലസ് ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറയുമ്പോൾ സി മൈനസ് സിയുടെ വാല്യൂ എക്സിന്റെ വാല്യൂ സി മൈനസ് ഡെൽറ്റയ്ക്കും സി പ്ലസ് ഡെൽറ്റയ്ക്കും ഇടയ്ക്ക് കിടക്കുകയും ചെയ്യണം. എക്സ് നോട്ട് ഈക്വൽ ടു സി ആയിരിക്കണം. അപ്പം സി മൈനസ് ഡെൽറ്റ സി പ്ലസ് ഡെൽറ്റ എന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ മീനിങ് എന്താണ്, എക്സിന്റെ വാല്യൂ സി മൈനസ് ഡെൽറ്റ സി പ്ലസ് ഡെൽറ്റ എന്ന് പറയുമ്പോൾ സിയെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു നെയ്ബർഹുഡാണ്. അപ്പൊ സി മൈനസ് ഡെൽറ്റ സി പ്ലസ് ഡെൽറ്റ എന്ന് പറയുമ്പോൾ സിയുടെ ലെഫ്റ്റ് സൈഡിലോട്ടും പോയിന്റുകൾ വരുന്നുണ്ട്, സിയുടെ റൈറ്റ് സൈഡിലോട്ടും പോയിന്റ് വരുന്നുണ്ട്. അപ്പൊ വെനെവർ എക്സ് ബിലോങ്സ് ടു സി മൈനസ് ഡെൽറ്റ സി പ്ലസ് ഡെൽറ്റ എന്നുള്ള ഓപ്പറേറ്റർ, അല്ലെങ്കിൽ വെനെവർ 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ എന്ന് നമ്മൾ ഡെഫിനിഷനിൽ പറയുമ്പോൾ അതിന്റെ മീനിങ് ഇതാണ്, ആ എക്സ് എന്ന് പറയുന്ന പോയിന്റ് സിയുടെ ലെഫ്റ്റ് സൈഡിലെ പോയിന്റുകളും വരാം റൈറ്റ് സൈഡിലെ പോയിന്റ് വരാം, സി അല്ലാത്ത സിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ലെഫ്റ്റിലെ പോയിന്റുകളും വരാം റൈറ്റിലെ പോയിന്റുകളും ഡെഫിനിഷനകത്ത് പറയുന്നുണ്ട്. അങ്ങനെയുള്ളപ്പം നമ്മൾ പറയുന്നത് എന്താണ്, whenever 0 less than mod x minus c less than delta modulus of f of x minus l is less than epsilon. അപ്പൊ എഫ് ഓഫ് എക്സും എല്ലും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അതാണ് ലിമിറ്റിന്റെ ഡെഫിനിഷൻ ആയിട്ട് നമ്മൾ പഠിച്ചേക്കുന്നത്. ഇവിടെ ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് വൺ സൈഡഡ് ലിമിറ്റുകളാണ്. ചിലപ്പോൾ ലെഫ്റ്റ് സൈഡിൽ മാത്രമേ ലിമിറ്റ് കാണുകയുള്ളൂ, ചിലപ്പോൾ റൈറ്റ് സൈഡിൽ മാത്രമേ ലിമിറ്റ് കാണുകയുള്ളൂ, ചിലപ്പോൾ രണ്ടും ഇല്ലാത്ത കേസുകളും വരാം. അപ്പൊ ഒരു സൈഡിൽ മാത്രം ലിമിറ്റ് ഉണ്ട് മറ്റേ സൈഡിൽ ലിമിറ്റ് ഇല്ല എങ്കിൽ നമുക്ക് ലിമിറ്റ് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അതിന്റെ വൺ സൈഡ് ലിമിറ്റ് ഉണ്ട് എന്ന് പറയാൻ പറ്റും. അതാണ് ഒരു ബേസിക് കൺസെപ്റ്റ്. ലിമിറ്റിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ് ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. അതെല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ലിമിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് എന്താ, സിയിലെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിയുടെ ഒരു നെയ്ബർഹുഡിൽ മൊത്തം എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എല്ലിന് അടുത്ത് കിടക്കണം. അതാണ് നമ്മൾ സി മൈനസ് ഡെൽറ്റ സി പ്ലസ് ഡെൽറ്റ എന്ന് പറയുമ്പോൾ സിയുടെ ലെഫ്റ്റ് സൈഡിലോട്ടും വരും സിയുടെ റൈറ്റ് സൈഡിലോട്ടും നമ്മൾ എടുക്കുമ്പോൾ ആ പോയിന്റുകൾ എഫിന്റെ വാല്യൂസ്, ആ എക്സിന്റെ വാല്യൂ സി മൈനസ് ഡെൽറ്റ സി പ്ലസ് ഡെൽറ്റ ആയി വരുമ്പോൾ എഫിന്റെ വാല്യൂ എന്ന് പറയുന്നത് എല്ലിനോട് വളരെ അടുത്ത് കിടക്കണം. അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വൺ സൈഡ് ലിമിറ്റിനെ പറ്റി. അപ്പൊ വൺ സൈഡ് ലിമിറ്റിന്റെ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സിഗ്നം ഫംഗ്ഷൻ നമ്മൾ കണ്ടതാണ്. സിഗ്നം ഫംഗ്ഷൻ നമ്മൾ എങ്ങനെയാണ് കഴിഞ്ഞ ആദ്യത്തെ പാർട്ടിൽ ഈ മൊഡ്യൂളിന്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടൊരു എക്സാമ്പിൾ ആണ് സിഗ്നം ഫംഗ്ഷൻ എന്നുള്ളത്. സിഗ്നം ഫംഗ്ഷന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ ഒന്ന് മറിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം സിഗ്നം ഫംഗ്ഷൻ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നത്. സിഗ്നം ഫംഗ്ഷൻ എക്സ് ജി എൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുമായിരുന്നു. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്, ചെറിയ കാര്യമായതുകൊണ്ടാണ് ഞാൻ എഴുതി കാണിക്കാത്തത്. എസ് ജി എൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞ് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്തിരുന്നത്, is equal to 1 if x is greater than 0, 0 when x equal to 0, less equal to -1 when x less than 0. ഓർക്കുന്നുണ്ടോ, സിഗ്നം ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എസ് ജി എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 if x is പോസിറ്റീവ് അല്ലെങ്കിൽ x ഗ്രേറ്റർ ദാൻ 0. അപ്പൊ എക്സ് പോസിറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷന്റെ വാല്യൂ 1, ഈക്വൽ ടു 0 വരുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂം 0, ലെസ് ദാൻ 0 അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ് എക്സ് നെഗറ്റീവ് ആകുമ്പോൾ സിഗ്നം ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് -1. അപ്പൊ നമ്മൾ അതിന്റെ ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ നമ്മൾ നമ്പർ ലൈനിൽ നമ്മൾ വരയ്ക്കുമ്പോൾ 0 തൊട്ട് നമ്മൾ എടുക്കുമ്പോൾ 1 നിൽക്കും, 0യുടെ ലെഫ്റ്റ് സൈഡ് എടുക്കുമ്പോൾ അതെന്താ -1 നിൽക്കും, പിന്നെ 0യിൽ മാത്രം അത് 0. അപ്പൊ നമ്മൾ 0 എന്നുള്ളൊരു പോയിന്റ് കൺസിഡർ ചെയ്താൽ 0 എന്നുള്ളൊരു പോയിന്റ് നമ്മൾ ലിമിറ്റ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മൾ 0യോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു പോയിന്റ് 0.01 എടുത്താൽ 0.01ൽ ഫംഗ്ഷന്റെ വാല്യൂ എത്രയാണ്, 0.01ൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്,
എഫ് പോസിറ്റീവ് 0.01 എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആയതുകൊണ്ട് എഫ് ഓഫ് 0.01 സിഗ്നം ഫംഗ്ഷനാണ് നമ്മൾ എഫ് ആയിട്ട് എടുത്തേക്കുന്നത്. എഫ് ഓഫ് 0.01 അവിടെ നമുക്ക് എന്ത് കിട്ടും? 1 ആണ്. ക്ലിയർ ആയോ എല്ലാവർക്കും? എസ് ജി എൻ ഓഫ് എക്സ് നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തേക്കുന്ന സിഗ്നം ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 ഇഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0, 0 വെൻ എക്സ് ഈക്വൽ ടു 0, ഈക്വൽ ടു -1 വെൻ എക്സ് ലെസ് ദാൻ 0 എന്നാണ്. അപ്പൊ നമ്മൾ 0.01 എടുത്തു. 0.01 എന്ന് പറഞ്ഞാൽ സീറോയോട് അടുത്ത് കിടക്കുന്ന സീറോയുടെ റൈറ്റ് സൈഡിലുള്ള ഒരു പോയിന്റാണ്. 0.01 എടുക്കുമ്പോൾ എഫിന്റെ വാല്യൂ 1 ആണ്. ഇനി നമ്മൾ -0.01 എടുത്തേ. -0.01 എടുക്കുമ്പോൾ അത് നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ട് അവിടെ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? -1 ആണ്. അപ്പൊ നമ്മൾ എപ്സിലോൺ എന്നുള്ള പറയുന്ന വാല്യൂ നമ്മൾ എഫ് ഓഫ് എക്സിന്റെ ലിമിറ്റ് നമ്മൾ പറയുന്നത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സും എല്ലും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അപ്പൊ നമ്മൾ എപ്സിലോൺ എന്ന് പറയുന്ന ഒരു 0.5 നമ്മൾ എടുക്കുകയാണ്. എപ്സിലോൺ ഈക്വൽ ടു 0.5 എടുത്താൽ എഫ് ഓഫ് എക്സും എല്ലും തമ്മിലുള്ള ഡിഫറൻസ് 0.5നേക്കാളും ചെറുതായിരിക്കണം സിയുടെ നെയ്ബർഹുഡിൽ. അപ്പൊ നമ്മൾ സിയുടെ സീറോയോട് തൊട്ടടുത്ത് കിടക്കുന്ന ഏത് പോയിന്റ് എടുത്താലും സീറോയോട് തൊട്ടടുത്ത് കിടക്കുന്ന 0.00001 എടുത്ത് അവിടെയും ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്. -0.00001 എടുത്ത ഫംഗ്ഷന്റെ വാല്യൂ -1 ആണ്. അപ്പൊ ഒരിടത്ത് ഫംഗ്ഷന്റെ വാല്യൂ 1 ഉം ഒരിടത്ത് ഫംഗ്ഷന്റെ വാല്യൂ -1 ഉം. അവ 1 ഉം -1 ഉം തമ്മിലുള്ള ഡിഫറൻസ് പോലും 2 ആണ്. അപ്പൊ അത് ഒരിക്കലും ലെസ് ദാൻ 1/2 നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഇവിടെ ഇത്രേ ഉള്ളൂ. നമ്മുടെ സിഗ്നം ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തപ്പം സീറോയോട് റൈറ്റിലോട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ സീറോയോട് തൊട്ടടുത്ത് കിടക്കുന്ന റൈറ്റിലെ പോയിന്റിൽ പോലും ഫംഗ്ഷന്റെ വാല്യൂ 1 ഉം സീറോയും ഫംഗ്ഷന്റെ വാല്യൂ 0 ഉം ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ -1 ഉം. അപ്പൊ ഒരിക്കലും അതിന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിയുടെ ചെറിയൊരു നെയ്ബർഹുഡിലെങ്കിലും സിയുടെ വളരെ ചെറിയൊരു നെയ്ബർഹുഡിലെങ്കിലും എഫ് ഓഫ് എക്സും എല്ലും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ആണ്. അപ്പൊ നമ്മൾ ഏത് എപ്സിലോൺ എടുത്താലും അങ്ങനെ കിട്ടണം. നമ്മൾ എപ്സിലോൺ ഈക്വൽ ടു 1/2 എടുത്താൽ അല്ലെങ്കിൽ എപ്സിലോൺ ഈക്വൽ ടു 0.5 എടുത്താൽ നമുക്ക് എഫ് ഓഫ് എക്സും എല്ലും തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ എഫ് ഓഫ് എക്സ് എല്ലിന് നമുക്ക് 1 എന്നോ 0 എന്നോ -1 ഏതെടുത്താലും അവ തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ 1/2 ഫോമിൽ നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് അതിന്റെ ലിമിറ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാം. പക്ഷേ നമ്മൾ അതിന്റെ ലെഫ്റ്റ് ലിമിറ്റ് മാത്രം നമ്മൾ നോക്കുക. അതായത് നമ്മൾ ഈ സിഗ്നം ഫംഗ്ഷനെ ഒന്ന് റെസ്ട്രിക്ട് ചെയ്യുക. സിഗ്നം ഫംഗ്ഷൻ നമ്മൾ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുമായിരുന്നു. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിനെ ഡിഫൈൻ ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുവാണ്? ഈ സിഗ്നം ഫംഗ്ഷനെ ഒന്ന് റെസ്ട്രിക്ട് ചെയ്യുക. പോസിറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സിനെ മാത്രമായിട്ട് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുക. അതായത് നമ്മൾ സിഗ്നം ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 0, 0 വെൻ എക്സ് ഈക്വൽ ടു 0, -1 വെൻ എക്സ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞിരുന്ന ഫംഗ്ഷനെ നമ്മൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 മാത്രം ഡിഫൈൻ ചെയ്യുക. എക്സ് ഗ്രേറ്റർ ദാൻ 0 മാത്രം ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പൺ ഇന്റർവൽ 0 ഇൻഫിനിറ്റി ആയിട്ട് മാറും. ഓപ്പൺ ഇന്റർവൽ 0 ഇൻഫിനിറ്റിയിൽ എഫിന്റെ വാല്യൂ എന്തേ വരുവുള്ളൂ? നമ്മൾ ഡിഫൈൻ ചെയ്തതനുസരിച്ച് എക്സ് പോസിറ്റീവ് വരുമ്പോഴെല്ലാം എഫ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ഓപ്പൺ ഇന്റർവൽ 0 ഇൻഫിനിറ്റിയിലാണ് നമ്മൾ ഇത് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്. അവിടെ നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0+ നമ്മൾ നോക്കുക. സീറോയേക്കാളും വലിയ നമ്പേഴ്സിൽ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി. അപ്പൊ ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 0 തൊട്ടേ ഉള്ളൂ, 0 ഇല്ല, ഡിഫൈൻഡ് അല്ല. 0യേക്കാളും വലിയ നമ്പേഴ്സിൽ മാത്രമേ അവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ആ ഫംഗ്ഷനെ 0 ഇൻഫിനിറ്റിയിലോട്ട് എടുക്കുവാണെങ്കിൽ അതിന് ലിമിറ്റ് സി ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിന് വളരെ അടുത്ത് കിടക്കുമ്പോഴല്ല. സീറോയിൽ അത് ഡിഫൈൻഡ് അല്ല. പക്ഷെ സീറോയോട് തൊട്ടടുത്ത് കിടക്കുന്ന പോയിന്റുകൾ 0യിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. കാരണം 0 ഇൻഫിനിറ്റിയിലെ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഉള്ളൂ. ഓപ്പൺ 0 ഇൻഫിനിറ്റിയിൽ ഡിഫൈൻഡ് ഉള്ളൂ. പക്ഷെ 0.0000001 എടുത്താൽ പോലും ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്. അപ്പൊ സീറോയോട് വളരെ അടുത്ത് കിടക്കുന്ന പോയിന്റുകളിലെല്ലാം ഫംഗ്ഷന്റെ വാല്യൂ 1 മാത്രമേ എടുക്കുന്നുള്ളൂ. വേറൊന്നും അതിന് എടുക്കാൻ പറ്റില്ല. കാരണം പോസിറ്റീവ് ആയിട്ടുള്ള നമ്പറുകളിലെല്ലാം ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്. അപ്പൊ 0 ഇൻഫിനിറ്റി എന്നുള്ള ഓപ്പൺ ഇന്റർവെല്ലിൽ സീറോയുടെ നെയ്ബർഹുഡിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഇന്റർവെല്ലിൽ ഇന്റർസെക്ഷൻ അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. ആ ഇന്റർവെല്ല് കൊണ്ട് 0യേക്കാളും വലുതുമാണെങ്കിൽ വലുതുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ് എന്ന് പറയാം. ക്ലിയർ ആയോ എല്ലാവർക്കും? നമ്മൾ 0 ഇൻഫിനിറ്റി എന്നുള്ള ഓപ്പൺ ഇന്റർവെല്ലാണ് നമ്മൾ ഈ സിഗ്നം ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ അവിടെ ഫംഗ്ഷന്റെ വാല്യൂ എപ്പോഴും 1 ആയിരിക്കും. കാരണം 0യിലാണ് ഫംഗ്ഷൻ 0 വരുന്നത്. ഇവിടെ ഒരിക്കലും 0യിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. കാരണം നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്ന ഓപ്പൺ ഇന്റർവെൽ 0 ഇൻഫിനിറ്റി എന്നുള്ള ഇന്റർവെല്ലാണ്. ഓപ്പൺ ഇന്റർവെൽ 0 ഇൻഫിനിറ്റി എന്നുള്ള ഇന്റർവെല്ലിൽ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പൊ അവിടെ നമ്മൾ ലിമിറ്റ് എടുക്കുവാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എന്ന് പറയുമ്പോൾ 0 തൊട്ടുള്ളതേ നോക്കേണ്ട കാര്യമുള്ളൂ. എക്സ് ടെൻസ് ടു 0+ എന്ന് പറയുമ്പോൾ 0യ്ക്ക് ശേഷമുള്ള വാല്യൂസ് നോക്കിയാൽ മതി. 0യേക്കാളും ചെറുത് നോക്കേണ്ട കാര്യമില്ല. 0യേക്കാളും ചെറിയ വാല്യൂസിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. അപ്പൊ നമുക്ക് അവിടെ പറയാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0.
എന്ന് പറയുന്നത് 1 ആയിരിക്കും. കാരണം സീറോയോട് അടുത്തോട്ട് പോകുക, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ എന്ന് പറഞ്ഞാൽ സീറോയുടെ നെയ്ബർഹുഡ് എഫ് എടുക്കുന്ന വാല്യൂസ് നോക്കണ്ടേ. സീറോയുടെ നെയ്ബർഹുഡ് എന്ന് പറയുമ്പോൾ ഇവിടെ സീറോ തൊട്ടുള്ളത് നോക്കേണ്ട കാര്യമുള്ളൂ. കാരണം സീറോയേക്കാളും ചെറിയ വാല്യൂസിൽ എഫ് ഡിഫൈൻഡ് അല്ല. അപ്പൊ അവിടെ നമുക്ക് ഫംഗ്ഷന്റെ വാല്യൂ 1 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് പറയാം അവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ നമുക്ക് മറ്റോടത്ത് നമ്മൾ പറഞ്ഞു മൊത്തം ഫംഗ്ഷൻ ആയിട്ട് ഡിഫൈൻ ചെയ്തെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ ഡിഫൈൻഡ് അല്ലായിരുന്നു. കാരണം ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് ഡിഫറെന്റ് ആയതുകൊണ്ട് അവിടെ ഫംഗ്ഷന്റെ വാല്യൂ ഡിഫൈൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ നമ്മൾ അതിനെ പോസിറ്റീവ് നമ്പേഴ്സിനെ മാത്രമായിട്ട് റെസ്ട്രിക്ട് ചെയ്തപ്പം അതിന്റെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പോസിറ്റീവ്, അതായത് സീറോ പ്ലസ് തൊട്ട് സീറോയേക്കാളും വലിയ വാല്യൂസിൽ നിന്ന് സീറോയിലോട്ട് എത്തുന്നത് പോലെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അങ്ങനെയുള്ളതിനെ സീറോയേക്കാളും വലിയ വാല്യൂസിൽ നിന്ന് സീറോയിലോട്ട് നമ്മൾ ലിമിറ്റ് പോകുന്നത് പോലെ കൺസിഡർ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ലിമിറ്റ് നമ്മൾ റൈറ്റ് ലിമിറ്റ് എന്നാണ് പറയുന്നത്. റൈറ്റ് സീറോ പ്ലസ് സീറോയേക്കാളും വലിയ വാല്യൂസിൽ നിന്ന്, അതായത് സീറോയുടെ റൈറ്റിലോട്ടുള്ള പോയിന്റുകളിലെ ലിമിറ്റ് അല്ല നമ്മൾ നോക്കിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ലിമിറ്റിനെ നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി പ്ലസ് എന്ന് പറയും. ഇനി ഇതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഈ സെയിം ഫംഗ്ഷൻ സിഗ്നം ഫംഗ്ഷനെ നമുക്ക് മൈനസ് ഇൻഫിനിറ്റി ഓപ്പൺ മൈനസ് ഇൻഫിനിറ്റി സീറോ എന്നുള്ള ഇന്റർവെൽ ഡിഫൈൻ ചെയ്യാം. മൈനസ് ഓപ്പൺ ഇൻഫിനിറ്റി സീറോ എന്നുള്ള ഇന്റർവെൽ നമ്മൾ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ, മൈനസ് ഇൻഫിനിറ്റി സീറോ എന്നുള്ള ഇന്റർവെൽ നമ്മൾ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ അവിടെ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മൈനസ് ഇൻഫിനിറ്റി സീറോ എന്നുള്ള ഇന്റർവെല്ലിൽ നമ്മൾ സിഗ്നം ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ അവിടെ ഫംഗ്ഷന്റെ വാല്യൂ എന്തായിരിക്കും? -1 അല്ലേ? ക്ലിയർ ആയോ അത്? കാരണം സിഗ്നം ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈക്വൽ ടു 1 വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 0, 0 വെൻ എക്സ് ഈക്വൽ ടു 0, -1 വെൻ എക്സ് ലെസ് ദാൻ 0. അപ്പൊ ഓപ്പൺ ഇന്റർവൽ മൈനസ് ഇൻഫിനിറ്റി 0 എന്ന് പറയുമ്പോൾ അവിടെ ഫംഗ്ഷൻ എക്സ് ഇപ്പോഴും നെഗറ്റീവാണ്. എക്സ് നെഗറ്റീവ് വരുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? -1 ആണ്. അപ്പൊ നമ്മൾ സിഗ്നം ഫംഗ്ഷനെ നമ്മൾ ഓപ്പൺ മൈനസ് ഇൻഫിനിറ്റി 0 എന്നുള്ള ഇന്റർവെല്ലിലോട്ട് റെസ്ട്രിക്ട് ചെയ്യുവാണെങ്കിൽ അവിടെ ഫംഗ്ഷൻ എപ്പോഴും എന്തേ എടുക്കുള്ളൂ? -1 എന്നുള്ള ഒറ്റ യുണീക് വാല്യൂ എടുക്കുള്ളൂ. അതുകൊണ്ട് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് എന്ന് പറയുന്നത് അവിടെ എന്തായിരിക്കും? നമ്മൾ മൈനസ് ഇൻഫിനിറ്റി 0 എന്നുള്ള ഇന്റർവെല്ലിൽ തന്നെ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ അതിന്റെ ലിമിറ്റ് -1 ആയിരിക്കും. അപ്പൊ അതിനെ ബേസ്, അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഡിഫൈൻ ചെയ്യാൻ പറ്റും. നമ്മളിപ്പം പറഞ്ഞത് ആ സിഗ്നം ഫംഗ്ഷന്റെ കേസിൽ നമ്മൾ 0 ഇൻഫിനിറ്റി എന്നുള്ള ഓപ്പൺ ഇന്റർവെല്ലിൽ ഡിഫൈൻ ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ഡിഫൈൻഡ് ആണ്. അവിടെ സീറോയേക്കാളും വലിയ വാല്യൂസിലാണ് നമ്മൾ ലിമിറ്റ് നോക്കുന്നത്. അപ്പൊ 0 തൊട്ട് സീറോയേക്കാളും വലിയ നമ്പർ, 0 ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, അങ്ങനെയുള്ള വാല്യൂസ് ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ലിമിറ്റിന് നമ്മൾ റൈറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതായത് സി എന്നുള്ള പോയിന്റിലാണ് നമുക്ക് ലിമിറ്റ് കാണേണ്ടതെന്ന് വിചാരിക്കുക. അപ്പൊ സിയുടെ റൈറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ സി വരുമ്പോഴേ നമ്മൾ നോക്കുന്നുള്ളൂ. സി പ്ലസ് എന്നാണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി പ്ലസ് എന്നുള്ള നൊട്ടേഷൻ കൊടുക്കുന്നത്. അവിടെ നമ്മൾ എക്സ് എലമെന്റ് ഓഫ് എ ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ സി, എക്സ് സിയേക്കാളും വലുതാവുമ്പോൾ മാത്രമേ നമ്മൾ അവിടെ ലിമിറ്റ് പറയുന്നുള്ളൂ. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിന്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റിന്റെ ഡെഫിനിഷൻ പറയാം. അപ്പൊ നമ്മൾ പറഞ്ഞു മറ്റോടത്ത് നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഇസ് ഈക്വൽ ടു എൽ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റ ഡിപ്പെൻഡിങ് ഓൺ എപ്സിലോൺ കണ്ടുപിടിക്കാൻ പറ്റണം. സച്ച് ദാറ്റ് whenever 0 less than mod x minus c less than delta മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ആണ്. ഇവിടെ നമ്മൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് പറയുവാണെങ്കിൽ ഇവിടെ നമ്മൾ എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ സി വരുമ്പോൾ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പം ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a delta greater than 0. അവിടെ നമ്മൾ മോഡുലസ് ഓഫ് 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റയ്ക്ക് വരും. ആ മോഡുലസ് കളയും. കാരണം നമുക്ക് നെഗറ്റീവ് വാല്യൂസിൽ എടുക്കേണ്ട കാര്യമില്ല, സിയേക്കാളും വലിയ വാല്യൂസിൽ മാത്രമേ നമുക്ക് എടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ നമ്മൾ 0 ലെസ് ദാൻ എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ, 0 ലെസ് ദാൻ എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ നമ്മൾ സി വെച്ച് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? സിക്കും സി പ്ലസ് ഡെൽറ്റയ്ക്കും ഇടയ്ക്ക് അതൊന്ന് എഴുതി നോക്കി. 0 ലെസ് ദാൻ എക്സ് മൈനസ് സി, മോഡുലസ് ഇല്ല, 0 ലെസ് ദാൻ എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ എന്ന് നമ്മൾ എടുക്കുവാണെങ്കിൽ 0 ലെസ് ദാൻ എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ എന്ന് എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ സി ആഡ് ചെയ്താൽ സി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി പ്ലസ് ഡെൽറ്റ എന്നല്ലേ വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ മറ്റേടത്ത് നമ്മൾ 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ എടുത്തതിന് പകരം ഇവിടെ പോസിറ്റീവ് സി പ്ലസിലാണ് നമുക്ക് വേണ്ടതെങ്കിൽ സി തൊട്ട് സി പ്ലസ് ഡെൽറ്റ വരെയുള്ള ഇന്റർവെല്ലിൽ നമ്മൾ നോക്കുന്നുള്ളൂ. സിയുടെ നെയ്ബർഹുഡ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുമ്പോൾ സി തൊട്ടുള്ള നെയ്ബർഹുഡെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു ഡെൽറ്റ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സച്ച് ദാറ്റ് എന്താണ്?
സീറോ ലെസ് ദാൻ എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ, സീറോ ലെസ് ദാൻ എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ സിക്കും സി പ്ലസ് ഡെൽറ്റയ്ക്കും ഇടയ്ക്കേ കിടക്കുള്ളൂ. അപ്പൊ നമ്മൾ പറയുവാണ് സി ഒരു ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എ യു ആണ്, എക്സ് ഗ്രേറ്റർ ദാൻ സി യു ആണെന്ന് വിചാരിക്കുക. എക്സ് ഗ്രേറ്റർ ദാൻ സി യു ആണ്, എയിലെ ഒരു പോയിന്റുമാണ്. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ പറയുവാണ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഓഫ് എഫ് അറ്റ് സി എക്സിസ്റ്റ് ഇഫ് ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a delta greater than 0 such that for whenever 0 less than x minus c less than delta modulus of f of x minus l is less than epsilon. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ പറയുമ്പോൾ ആ modulus of x minus c എന്നുള്ളത് മാറ്റിയിട്ട് 0 less than x minus c less than delta ആയിട്ട് മാറും. അപ്പോൾ 0 less than x minus c less than delta എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ സിക്കും സി പ്ലസ് ഡെൽറ്റയ്ക്കും ഇടയ്ക്ക് കിടക്കണം അല്ലെ. 0 ലെസ് ദാൻ എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ സി വെച്ച് ആഡ് ചെയ്യുമ്പോൾ സി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി പ്ലസ് ഡെൽറ്റ. അപ്പൊ അങ്ങനെയുള്ള അതായത് എക്സിന്റെ വാല്യൂ സിക്കും സി പ്ലസ് ഡെൽറ്റയ്ക്കും ഇടയ്ക്ക് കിടക്കുമ്പോഴല്ല. മറ്റോടത്ത് നമ്മൾ പറയുന്നത് സി മൈനസ് ഡെൽറ്റ. ഒറിജിനൽ ലിമിറ്റിന്റെ കേസ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? എക്സിന്റെ വാല്യൂ സി മൈനസ് ഡെൽറ്റയ്ക്കും സി പ്ലസ് ഡെൽറ്റയ്ക്കും ഇടയ്ക്ക് കിടക്കുമ്പോഴല്ല എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എൽ മൈനസ് എപ്സിലോൺ എൽ പ്ലസ് എപ്സിലോൺ ഇടയ്ക്ക് കിടക്കണം. അതായിരുന്നു നമ്മൾ ലിമിറ്റിന്റെ ഡെഫിനിഷൻ പറയുന്നത്. ഇവിടെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണ് നമ്മൾ പറയുന്നതെങ്കിൽ എക്സിന്റെ വാല്യൂ സിക്കും സി പ്ലസ് ഡെൽറ്റയ്ക്കും ഇടയ്ക്ക് കിടക്കുമ്പോൾ എക്സിന്റെ വാല്യൂ സിക്കും സി പ്ലസ് ഡെൽറ്റയ്ക്കും ഇടയ്ക്ക് കിടക്കുമ്പോൾ എക്സിന്റെ വാല്യൂ സി തൊട്ടേ അവിടെ പറയുന്നുള്ളൂ, സിക്കും സി പ്ലസ് ഡെൽറ്റയ്ക്കും ഇടയ്ക്ക് കിടക്കുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എൽ മൈനസ് എപ്സിലോണും എൽ പ്ലസ് എപ്സിലോണും ഇടയ്ക്ക് കിടക്കണം. അല്ലെങ്കിൽ നമ്മൾ പറയുവാണെങ്കിൽ whenever epsilon greater than 0 there is a delta greater than 0 such that 0 less than x minus c less than delta. The meaning x element of c plus delta modulus of f of x minus l is less than epsilon. The meaning എന്താണ്? f of x belongs to l minus epsilon l plus epsilon. അതാണ് റൈറ്റ് ഹാൻഡ് ലിമിറ്റിന്റെ ഡെഫിനിഷൻ. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് സമയം തരാം. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമ്മൾ പറയുമ്പോഴത്തേക്കും സിയേക്കാളും ചെറിയ വാല്യൂസ് ആണ്, സിയുടെ ലെഫ്റ്റിലോട്ടുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അവിടെ എങ്ങനെയായിരിക്കും? എക്സ് എലമെന്റ് ഓഫ് എ ആൻഡ് എക്സ് ലെസ് ദാൻ സി ആയിരിക്കണം. എക്സ് എലമെന്റ് ഓഫ് എ യു ആയിരിക്കണം, എക്സ് ലെസ് ദാൻ സി യു ആകുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യം പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ സി മൈനസ് എന്നുള്ള നൊട്ടേഷൻ, സിയേക്കാളും ചെറിയ വാല്യൂസിലാണ് നമ്മൾ ലിമിറ്റ് നോക്കുന്നത്. അതായത് സി മൈനസ് ഡെൽറ്റ തൊട്ട് സി വരെയുള്ള പോയിന്റുകളിലാണ് നമ്മൾ എക്സിന്റെ വാല്യൂസ് എടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നൊട്ടേഷൻ കൊടുക്കുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി കഴിഞ്ഞിട്ട് സിയുടെ മുകളിൽ നമ്മളൊരു മൈനസ് ഇടും. മറ്റേ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണെങ്കിൽ സി പ്ലസ് എന്ന് പറയും, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണ് എങ്കിൽ നമ്മൾ സി മൈനസ് എന്നാണ് പറയുന്നത്. അപ്പം സി ഇസ് എ റിയൽ നമ്പർ വിച്ച് ഇസ് എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എ. എന്നിട്ട് ആ ക്ലസ്റ്റർ പോയിന്റിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊക്കെ പോയിന്റുകളാണ് കൺസിഡർ ചെയ്യേണ്ടത്? എക്സ് എലമെന്റ് ഓഫ് എ ഇന്റർസെക്ഷൻ എന്തായിരിക്കണം? മൈനസ് ഇൻഫിനിറ്റി സിയിലെ പോയിന്റുകളെ എടുക്കാൻ പാടുള്ളൂ, സിയേക്കാളും ചെറിയ വാല്യൂസ്. അപ്പൊ നമ്മൾ എക്സ് ലെസ് ദാൻ സി എന്നുള്ളതാണ് നോക്കുന്നത്. എക്സ് എലമെന്റ് ഓഫ് എ വിത്ത് എക്സ് ലെസ് ദാൻ സി ആണ് എങ്കിൽ വി സേ ദാറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി മൈനസ് എഫ് ഇസ് ഈക്വൽ ടു എൽ എക്സിസ്റ്റ് ഇഫ് എന്താണ് പറയുന്നത്? ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റണം. എങ്ങനെയാണ്? എക്സ് ബിലോങ്സ് ടു സി മൈനസ് ഡെൽറ്റ സി. എക്സ് സി മൈനസ് ഡെൽറ്റ സി വരുമ്പോഴല്ല, എക്സ് എന്ന് പറയുന്ന ഓപ്പൺ ഇന്റർവൽ സി മൈനസ് ഡെൽറ്റ സി വരുമ്പോഴെല്ലാം എഫ് ഓഫ് എക്സ് മൈനസ് എല്ലിന്റെ മോഡുലസ് വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കണം. അതിനെ നമ്മൾ ഇൻ ടേംസ് ഓഫ് ലെസ് ദാൻ ആയിട്ട് പറയുവാണെങ്കിൽ whenever എപ്സിലോണും ഡെൽറ്റയും വെച്ച് പറയുവാണെങ്കിൽ whenever epsilon greater than 0 there exists a delta greater than 0 such that whenever 0 less than c minus x അവിടെ നോക്കണ്ടേ, whenever 0 less than c minus x is less than delta modulus of f of x minus l is less than epsilon. 0 less than c minus x less than delta എന്ന് പറയുമ്പോൾ x belongs to c minus delta c എന്ന് പറയാം. x എന്ന് പറയുന്നത് ഓപ്പൺ ഇന്റർവൽ c minus delta c, അതായത് ആ സിയേക്കാളും ചെറിയ വാല്യൂസ് പക്ഷെ സിയോട് വളരെ അടുത്ത് കിടക്കുന്ന പോയിന്റുകളെല്ലാം എഫ് ഓഫ് എക്സ് ആ പോയിന്റുകളിലെല്ലാം എക്സ് എടുക്കുവാണെങ്കിൽ എഫ് ഓഫ് എക്സും എല്ലും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ ഇതിന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ലെഫ്റ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും എന്ന് പറയുന്നത്.